കോഴിക്കോട് ബസ്സിലെ ലൈംഗികാതിക്രമ ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ബലാത്സംഗ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആഹ്വാനവുമായി വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നൊക്കെയാണ് തൊടുപുഴ സ്വദേശി അജയ് ഉണ്ണിയുടെ സമൂഹ മാധ്യമ പോസ്റ്റ്. എന്തായാലും ദീപകിന്റെ ആത്മഹത്യയിൽ കേസെടുത്തതിന് പിന്നാലെ പ്രതിയായ യുവതി ഒളിവിൽ പോയെന്നാണ് സൂചന. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. നിഖിൽ പ്രമേഷ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിട്ട് നിഖിൽ പിടിച്ചതിനും വലുതാണ് അളയിൽ എന്ന് പറഞ്ഞ പോലെയാണ് ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിവാസം പറയുന്ന അതിന്റെ വേറൊരു എക്സാമ്പിളാണ് നമ്മൾ ആദ്യം കണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ യുവതി ഒളിവിൽ പോയി എന്ന കാര്യം പോലീസ് ഉറപ്പിച്ചോ നിഖിൽ? ഹാഷ്മി, ആദ്യം ചോദിച്ച കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അദ്ദേഹം എന്താണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരു വ്യക്തത കൈവരുന്നില്ല. എന്തായാലും അദ്ദേഹം പറയുന്നത് ഇതാണ്: ഈ ജയിലിൽ പോയി കിടക്കുമ്പോൾ അതിനൊരു അന്തസ്സ് വേണം, അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിനോട് ആഹ്വാനം ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ കൗതുകം ഇദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ഒരുപക്ഷെ വിവേചനമുള്ളതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തില്ല. തൊടുപുഴ സ്വദേശിയാണ് ഈ അജയ് ഉണ്ണി. അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ യുവതിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ, യുവതിയെ ഇന്നലത്തെ മെഡിക്കൽ കോളേജ് പോലീസ് ഇവരുടെ വടകരയിലെ വീട്ടിലെത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ അവരെ പോലീസിന് ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ആ പെൺകുട്ടി ഒളിവിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അവരുമായുള്ള ബന്ധം നിലവിലത്തെ സാഹചര്യത്തിൽ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബസ്സിലെ ദൃശ്യങ്ങൾ, ഈ സംഭവം നടന്ന ബസ്സിലെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ബസ് ജീവനക്കാരുടെ മൊഴിയും ഇന്ന് പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഇന്നലെ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ നിന്നാണ് ഈ അധിക്ഷേപം വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്ന് പോലീസ് മനസ്സിലാക്കുന്നതും യുവതിക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഹാഷ്മി, അജയ് ഉണ്ണിക്കെതിരെ നിയമ നടപടി ഉണ്ടാവില്ലേ നിഖിൽ? ഉറപ്പായും. കാര്യം പറയുന്നത് ശുദ്ധ മര്യാദകളും തോന്നിവാസമാണ്. ഉറപ്പായും നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. സ്വമേധയാ തന്നെ ഈ വിഷയത്തിൽ കേസെടുക്കണമെന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും. ഇപ്പോൾ ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് വളരെ വ്യാപകമായി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാശ്മീർ. ഓക്കെ, നിഖിൽ പ്രമേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ അതിന് പാലിക്കേണ്ട ചില മര്യാദയുണ്ട്. ആ ബസ്സിൽ ആ പെൺകുട്ടി കാണിച്ചതിനെ കടുത്ത ഭാഷയിൽ എതിർക്കുമ്പോൾ തന്നെ അങ്ങനെ വീഡിയോ എടുക്കുന്നവർ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ആ പെൺകുട്ടി എന്ത് ചെയ്തോ അതിന്റെ ഇരട്ടി ആഘാതത്തിൽ തിരിച്ചടിക്കുന്ന ഒന്നാണ്. അത്തരം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒന്നാകും. അകത്ത് കിടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.